നിഷാദ്, ഇന്ന് രാവിലെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഈ സരോജിനിയുടെ വീട്ടിലാണ് നമ്മൾ ഉള്ളത്. പോത്തിനെ തീറ്റ കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നുവെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇതൊരു ഒറ്റപ്പെട്ട മേഖല കൂടിയാണ്. ഇവിടെ നിന്ന് ഇവർ ഒറ്റയ്ക്കായിരുന്നില്ല പോയതെന്ന് കൂടി നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ സരോജിനിയുടെ ഭർത്താവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിഷാദ് ചോദ്യം ചോദിച്ചാൽ മറുപടി പറയും. എന്താണ് അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഷംസീർ. സംഭവം ടൈം പറയാം, ഒരു 8-9 മണിന്റെ ഉണ്ടാവും. അതെ, ഞങ്ങളും പൂത്ത് തീരാൻ പോയതല്ലേ. അതിൽ ആന കാമ്പനം മേലെ ഓടി വന്ന്, അപ്പൊ ഞാൻ 5 മിനിറ്റ് അപ്പുറത്തെ പോത്തിന് തീറ്റം കൊണ്ടിരുന്നു. ഒറ്റ കിടന്ന് ഞാൻ പോകുന്നത്. ഞങ്ങള് 5 പേരുണ്ടായിരുന്നു അവിടെ. 5 പേരുണ്ട് ഞങ്ങള്. ഏതായാലും പരിക്കുക. ഞങ്ങള് പിന്നെ ഓടിപ്പോ പോയി കാണുന്നതല്ലേ, നടക്കണ്ടേ കാണുന്നത് കിടക്കണത്. ഇവിടെ കുത്തി ഞാൻ കണ്ടു. ഞങ്ങളുടെ അപ്പുറത്തല്ല. 5 പേര് ഓടി കഴിച്ചിട്ട് ആനല്ലേ വരുന്നത്. പക്ഷെ തന്നെ പറ്റി നമുക്ക് അറിയില്ല, നോക്കല്ലേ ആ കൂട്ടം. രാവിലെ പോത്തിന് തീറ്റ കൊടുക്കാൻ വേണ്ടി പോയതാണ്. കാട്ടിങ്ങനെ കൊണ്ട് തീറ്റാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവരുന്നു. ഇതൊക്കെ തന്നെ അതല്ല ഏരിയ അല്ലേ ഈ കാണുന്നൊക്കെ. വരാം. 3 മണി കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഇവിടെ വരും. എല്ലാ ദിവസവും ഇതുപോലെ പോകുന്നതാണോ രാവിലെ? എല്ലാവരും പോകും. എല്ലാ ദിവസവും പോവാറുണ്ട്. ആ സമയത്തൊക്കെ എപ്പോഴെങ്കിലും ഇതുപോലെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? അന്നത്തെ കാണുന്നുണ്ട്. ഒച്ചമ്പുലിയൊക്കെ ഇട്ട് അവര് പോകും. പിന്നെ ഇന്നിപ്പോ പോകാൻ പോകുമ്പോ നമ്മൾ ഒച്ചമ്പുലി ഉണ്ടാക്കി നേരിട്ട് വന്നേക്കല്ലേ. ഏതായാലും നിഷാദ്, ഇതാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് സരോജിനിയുടെ ഭർത്താവാണ്. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെയുണ്ട്. വലിയ തർക്കം കൂടി ഇവിടെ ഇപ്പോൾ നമ്മൾ കേൾക്കുകയാണ്. ഈ കാട്ടാനാക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം നമുക്കറിയാവുന്നപ്പോൾ തന്നെ പല ഘട്ടങ്ങളിലായി ഉയർന്നിരുന്നപ്പോൾ ഇവിടെയും വലിയ പ്രതിഷേധം ഉയർന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കാണുന്നത്. മൃതദേഹം ഇപ്പോൾ ഇവരുടെ വീട്ടിൽ തന്നെയാണ്, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടില്ല. ഇപ്പോൾ വലിയ പ്രതിഷേധം കൂടി ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ ഉയർത്തുകയാണ്.